അതുകൊണ്ട് ലീനെ മതിയല്ലോ. കളിയാണെന്ന് കരുതി ചിരിക്കാതിരിക്കരുത്, ചിരിക്കണം. ഭാര്യയുടെ കാര്യം പറയുമ്പോൾ അവള് പറയുന്ന വഴക്കിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ചില ആന്റിമാരൊക്കെ ചിരിക്കുന്നതാണ്. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും നിങ്ങൾക്കൊരു സുഖമല്ലേ. എന്റെ അമ്മ എത്ര ഭാഗ്യവതിയാണല്ലേ. മന്തി എങ്കിൽ മന്തി. ഇന്ന് നമുക്ക് നമ്മുടെ എയർ ഫ്രയറിൽ അൽഫാമും പിന്നെ ഒരു മന്തി റൈസും ഉണ്ടാക്കി നോക്കാം. മന്തി ഞാൻ മുമ്പ് 2 പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴും പൊങ്കലായി. ഇന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഈ ചിക്കൻ നേരത്തെ നമ്മൾ പുരട്ടി വെച്ചിരുന്നില്ലേ, അതിന്റെ കൂട്ടൊക്കെ ഒന്ന് പറയണ്ടേ? കൂട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു യൂട്യൂബ് റെസിപ്പി തന്നെയാണ്. ചിക്കൻ്റെ അകത്ത് നമ്മുടെ മുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഇച്ചിരി മല്ലി, ചിക്കൻ മസാല, ഇച്ചിരി തൈര്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്പം സൺഫ്ലവർ ഓയിൽ, ഇതൊക്കെ തന്നെയാണ് മിക്സ് ചെയ്തത്. വേറെ ഒന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല ഞാൻ അഡീഷണൽ ആയിട്ട് മിക്സ് ചെയ്തതായിട്ട്. ഉള്ളിയും തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. സവാളയും തക്കാളിയും കൂടെ എല്ലാം കൂടെ മിക്സിയിലിട്ട് നരച്ച് ഉപ്പ് ഇട്ട് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഓവർനൈറ്റ്, അതായത് ഇന്നലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചിക്കനിൽ അതൊന്ന് പിടിക്കാനായിട്ട്. പിന്നെ ഞാൻ ചിക്കൻ വലിയ പീസല്ല, ചെറിയ പീസാണ് എടുത്തത്. കാരണം വലിയ പീസ് മോൾക്കൊക്കെ തിന്നാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനെ കുഞ്ഞു പീസാക്കി എയർ ഫ്രയറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നോർമലി ഒരു 175 ഡിഗ്രിയിൽ നമ്മളൊരു 20 മിനിറ്റ് ഒരു സൈഡ്, പിന്നെയും ഒരു 20 മിനിറ്റ് വേറൊരു സൈഡ്, ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വേവ് ആയില്ല, പുറത്ത് ആ ഒരു ക്രിസ്പിനെസ് കരിവ് പോലെ വന്നില്ലെങ്കിൽ നമ്മളൊരു അഡീഷണൽ ഒരു 10-15 മിനിറ്റ് അപ്പോഴത്തെ കണക്ക് പോലെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഐശ്വര്യമായി ചിക്കൻ്റെ ഒരു പീസ്. ഇതുപോലെ തന്നെ എയർ ഫ്രയറിൽ നമ്മൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ മസാലയിൽ. ആ ഒരു മസാലയിൽ തന്നെ നല്ല ഭംഗിയായിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ ചിക്കൻ ഫ്രൈ അല്ലേ? അത് സൂപ്പറാ. അതൊരു ദിവസം ഇടാം. എയർ ഫ്രയറിലെ ചിക്കൻ ഫ്രൈ അടിപൊളിയാണത്. ഹെൽത്തിയാണ്, കാരണം കുറച്ച് എണ്ണ അതിൻ്റെ മുകളിൽ പേസ്റ്റ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്നു. നാട്ടിലെ രുചി. പിന്നെ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് അതിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ പൊടിയും കിട്ടും. നമ്മൾ ഈ ലാസ്റ്റ്, അതായത് ഓവനിൽ ഒരിക്കലും ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവനിൽ ഉണ്ടാക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ഡ്രൈ ഔട്ടായിട്ട് ഒട്ടും ആ ജ്യൂസിനെസ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എയർ ഫ്രയറിൽ തന്നെ പിടിക്കുന്നത്. എയർ ഫ്രയർ ഇപ്പോഴും ഉപയോഗിക്കാൻ മടിയുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി ചിന്തിക്കണം കേട്ടോ. കാരണം ഞാനും എയർ ഫ്രയർ ഉപയോഗിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു. പക്ഷെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ മുട്ട പുഴുങ്ങുന്നത് പോലെ എയർ ഫ്രയറിലാക്കി. ചിക്കൻ പ്ലേസ് ചെയ്തു, എല്ലാ ചിക്കനും എടുത്തിട്ടുണ്ട്. ഇനി എയർ ഫ്രയറിൽ വെക്കുക, അങ്ങോട്ട് ചൂടാക്കുക. പിന്നെ ഓവൻ ചെയ്യുന്ന പോലെ ഈ എയർ ഫ്രയറിന് പ്രീ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചിലർ ചെയ്യുന്നുണ്ട്, ചില റെസിപ്പിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളങ്ങനെ ചെയ്യാറില്ല, അതിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല. ടെമ്പറേച്ചർ 175, ടൈം 20 മിനിറ്റ്. ശരിക്കും ടൈം നമുക്ക് 40 മിനിറ്റ് വയ്ക്കാം. 20 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ടാൽ മതി. ഞാൻ ഈ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ചില സമയത്ത് 20 മിനിറ്റ് ഇരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ അവിടെ ഇരുന്ന്. സാധാരണ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇടാൻ മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആദ്യമേ എടുത്ത് നിരത്തി വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ അതെന്തായാലും ഇടാൻ മറന്നു പോകത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം, ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് റൈസ് ഉണ്ടാക്കാം. മന്തി റൈസാണ്. ഞാനിതിൽ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നില്ല, കാരണം നാളെ ഞാൻ വെജിറ്റേറിയനാണ്. അത് ശനിയാഴ്ച ഞാൻ വെജിറ്റേറിയനാണ്. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് തീർന്നില്ലെങ്കിൽ നാളെ കുറച്ചെടുത്ത് കഴിക്കാമല്ലോ. ഇപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് ഇനി കഴിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നേരെ മന്തി ഉണ്ടാക്കുന്ന പാത്രത്തിനകത്തോട്ട് പോവാം. എന്നിട്ട് ഞാൻ ഓരോരോ സാധനങ്ങളായിട്ട് പറഞ്ഞുതരാം. ഇതെൻ്റെ ഒരു റെസിപ്പിയാണ്, കുറച്ചൊക്കെ യൂട്യൂബിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ജർമ്മനിയിൽ ഇതിനെ സോൺ ആൻഡ് ബ്ലൂമൻ ഓയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തടി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇവൾക്ക് അല്ലെങ്കിൽ എൻ്റെ തമാശകളൊന്നും അങ്ങനെ ഇപ്പോൾ ഇഷ്ടപ്പെടാറില്ല. കല്യാണം കഴിഞ്ഞ് 10-12 വർഷമായില്ലേ, അതിൻ്റെ ആയിരിക്കും. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് എണ്ണ ഇച്ചിരി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഏലക്ക ഇടാം. ഞാൻ അധികം ഏലക്ക ഇടുന്നില്ല, ഒരു 4 ഏലക്ക. 4 കിട്ടിയില്ല. എണ്ണ ഇത്ര മതിയോ? 4 എണ്ണ നമ്മൾ അത്ര എടുക്കുന്നില്ലല്ലോ അരി, അത്ര മതിയാവും. നമ്മളൊരു 1/2 കിലോ അരിയാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. അത് നേരത്തെ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടെ എണ്ണ ഒഴിക്കാം. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ചോറ് ശരിയായില്ലെങ്കിൽ പറയും.
എൻ്റെ എണ്ണ കൂടുതൽ കുറവായതുകൊണ്ടാണ്. ഓക്കെ, അടുത്തതായി വെരിസ് പട്ട ഇടുന്നു. മുമ്പ് 1 കിലോ റൈസിനൊക്കെ ആണെങ്കിൽ കൂടുതൽ പട്ടയിടായിരുന്നു. ഇതിപ്പോൾ ഇത്രയും ഉള്ളതുകൊണ്ട് 2 പട്ട ഇടുന്നു. അതേ പട്ട താഴെ പോയി. പട്ട ഇട്ടു. അത് കഴിഞ്ഞ് കുരുമുളക്. നമ്മൾ ഗൾഫിൽ നിന്നും എവിടെ നിന്നൊക്കെ മന്തിയെ കഴിച്ചിട്ടുണ്ടോ, മന്തിയുടെ അവിഭാജ്യ ഘടകമാണ് പൊടിക്കാത്ത കുരുമുളക്. അതുകൊണ്ട് നിങ്ങൾ ഇനി എന്തൊക്കെ ഇടാൻ പറഞ്ഞാലും കുരുമുളക് ഇടാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ ഏലക്ക ഇട്ടു, പട്ട ഇട്ടു, കുരുമുളക് ഇട്ടു. അടുത്തത് ബേ ലീവ്സ് ഇടുകയാണ്. ഞാൻ 2 ബേ ലീവ്സ് അതുപോലെ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് അല്പം പെരുംജീരകം, ചെറിയ ജീരകം. അതാ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് മല്ലി കൂടെ ഇടാം. എന്തായാലും മറന്നുപോയോ? എന്തോ മറക്കാൻ സാധ്യത ഉണ്ടല്ലോ, മറക്കണമല്ലോ. ഇതിപ്പോ ഇപ്പൊ ഇട്ടത് പച്ച മല്ലിയാണ്, നമ്മുടെ പച്ച മല്ലിയാണ്. വേണമെങ്കിൽ മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം അല്ലേ? അതെ. പിന്നെ മന്തിയുടെ മറ്റൊരു അവിഭാജ്യ ഘടകം ഉണക്ക നാരങ്ങ. ഇവിടുത്തെ മാർക്കറ്റ് പൊതുവെ കിട്ടില്ല. ഞങ്ങൾ ഇന്ത്യൻ സ്റ്റോറിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അതും കൂടെ ചേർക്കാണ്. എന്തോ മറന്നു എന്ന് എൻ്റെ ഭാര്യ പറയുന്നു. അതിൻ്റെ അർത്ഥം ഞാൻ എന്തോ മറന്നിട്ടുണ്ട്. യെസ്, ഗ്രാം. ഭാര്യ പറഞ്ഞാൽ അതിങ്ങനെ തെറ്റാവും? തെറ്റില്ല. അങ്ങനെ എന്തൊരു സന്തോഷം, ഞാനൊരു തെറ്റ് സമ്മതിച്ചോളൂ. 3 ഗ്രാമ്പു ചേർത്തിട്ടുണ്ട്. മണമൊക്കെ വരും. ഇനി അങ്ങോട്ട് ഈ വീട് മണത്താൽ പൂരിതമാകും. പൊതുവെ ജർമ്മനിയിൽ ഗ്യാസ് സ്റ്റൗസ് കുറവാണ്. ഇവിടെ എല്ലാം ഇൻഡക്ഷൻ ബേസ്ഡ് ആണ്, ഇലക്ട്രിക് ആണ്. ഗ്യാസ് സ്റ്റൗസ് വളരെ 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 അപൂർവമാണ്. എല്ലാ വീടുകളിലും ഇലക്ട്രിക് കുക്കേഴ്സാണ്. നിങ്ങൾക്ക് തന്നെ കാണാം, ഇവിടെ ഇൻഡക്ഷൻ കുക്കറാണ്. ഇൻഡക്ഷൻ കുക്കറിൽ മന്തി ഉണ്ടാകും. അപ്പോൾ ഇട്ട സാധനങ്ങൾ ഒന്നുകൂടെ പറഞ്ഞാലോ? ഇട്ട സാധനം ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അതിൽ അല്പം കുരുമുളക്, ഏലക്ക, പട്ട, ബേ ലീഫ്, ചെറിയ ജീരകം, പെരുംജീരകം, പിന്നെ ഉണക്ക നാരങ്ങ, ഗ്രാമ്പു, ഇത്രയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ മല്ലി, പച്ചമല്ലി. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. നമ്മൾ ഇവിടെ റെഡിമെയ്ഡ് പേസ്റ്റൊക്കെ ഒരുപാട് കിട്ടും. എന്നാലും ചില സമയത്ത് അതിൽ ഈ വിനീഗറിൻ്റെ ടേസ്റ്റൊക്കെ ഇങ്ങനെ മുന്തി നിൽക്കും. അതുകൊണ്ട് നമ്മൾ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കി. ഒരു ഇഞ്ചി ഒരു വെളുത്തുള്ളി പോലെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ഭാര്യയുടെ ഉത്തരവ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഭാര്യയുടെ കാര്യം പറയുമ്പോൾ അവൾ പറയുന്ന വഴക്കിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ചില ആൻറ്റിമാരൊക്കെ ചിരിക്കുന്നതാണ്. എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ, എന്നാലും നിങ്ങൾക്കൊരു സുഖമല്ലേ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ല മണമുണ്ട്. അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇത് മന്തിയായിട്ട് തന്നെ വന്നാൽ മതി, പൊങ്കാല ആവാതിരുന്നാൽ മതി. ഓക്കെ, ഇനി ഇതിലോട്ട് സവാള. ഇതിപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ സവാള എടുത്തിട്ടുള്ളത്, കാരണം ഒരു 1/2 കിലോ അരിയെ നമ്മൾ എടുക്കുന്നുള്ളൂ ഞങ്ങൾ 3 പേർക്കും വേണ്ടിയിട്ട്. അപ്പോൾ അതിലോട്ട് സവാള ഇടാം. അതുപോലെ പച്ചമുളക് ഫുള്ളായിട്ടും ഇടാം, ഞങ്ങളൊന്ന് കട്ട് ചെയ്തിട്ടിടാം. ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, കാരണം മോള് ഇവിടെ ആയതുകൊണ്ട് അവർക്ക് എരിവിൻ്റെ ടോളറൻസ് ഒക്കെ ഇത്തിരി കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് എരിവ് ഇടാൻ പറ്റത്തില്ല. നമ്മൾ ചിക്കൻ ഉണ്ടാക്കുമ്പോഴും എരിവൊക്കെ ഇച്ചിരി കുറച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളറൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റാം. ആ ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി തക്കാളി ചേർക്കാം. തക്കാളി മിക്സിയിൽ ഒന്ന് അരച്ചിട്ട് പേസ്റ്റായിട്ടാണ് ചേർക്കുന്നത്. ഞങ്ങൾ ഇച്ചിരി ഒരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി കാശ്മീരി മുളക് പൊടി കൂടെ ഈ തക്കാളിയിൽ ഇട്ടിട്ടാണ് അരച്ചിരിക്കുന്നത്. അപ്പം ഇതിലിനിയിപ്പം വെള്ളം ഒഴിച്ച് അരിയും കൂടി ഇടുമ്പോൾ ഒരു ചെറിയൊരു ചുവപ്പ് കളറ് കിട്ടും. അപ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. സാധാരണ മന്തിക്കൊക്കെ ഒരു ഫ്ലേവർ കിട്ടുന്നത് ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചിക്കൻ വെച്ച് കുക്ക് ചെയ്യുമ്പോഴോ ഒക്കെയാണ്. നമ്മളിതിപ്പോൾ ചിക്കനും മന്തി ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട്
ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ചിക്കൻ്റെ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ ഒരു എസൻസ് ഈ മന്തി റൈസിലുണ്ടാവില്ല. പക്ഷേ നമ്മുടെ അടിപൊളി എയർ ഫ്രയർ അൽഫഹാം അത് കോംപ്ലിമെൻ്റ് ചെയ്ത് വിശ്വസിക്കുന്നു. നോക്കാം. ഈ മന്തിയുടെ ഏറ്റവും അവിഭാജ്യ ഘടകം ഉപ്പ്. ഇത്ര ഉപ്പ് മതിയോ? സാധാരണ ഞാൻ ഉപ്പ് ഇടുമ്പോൾ ഞാൻ ഭാര്യയോട് ചോദിച്ചിട്ടാണ് ഇടുന്നത്. കാരണം ഉപ്പിട്ട് കഴിഞ്ഞാൽ പൊതുവെ കൂടാറുണ്ട്. അതുകൊണ്ട് ലീനെ മതിയല്ലോ, ഇട്ടോ, ബാക്കി നമുക്ക് വഴിയേ നോക്കാം. വെള്ളം തിളച്ചു, അരി ഇടണ്ടേ? ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് സ്വാദിഷ്ടമായ ജർമ്മൻ രസം. ചുമ്മാ പറഞ്ഞാണ്, ഇടയ്ക്കൊക്കെ തമാശ ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ചളിയാണെന്ന് കരുതി ചിരിക്കാതിരിക്കരുത്, ചിരിക്കണം. ചിരിച്ച് ഈ വീഡിയോയ്ക്ക് വ്യൂസ് കൂട്ടണം. ഓക്കെ, താങ്ക് യു. സാധാരണ ബസ്മതി റൈസ് ഉപയോഗിക്കും. ഞങ്ങൾ ഇന്ന് എടുത്തിരിക്കുന്ന ജാസ്മിൻ റൈസ് ആണ്. ബസ്മതി റൈസ് പോലെ തന്നെ, പക്ഷെ കുറച്ചുകൂടെ വേവ് കുറവുള്ള ഫ്ലേവറൊക്കെ ഉള്ള റൈസാണ്. നോർമലി നമ്മൾ ഈ ചൈനീസ് ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കുമ്പോൾ അവർ ജാസ്മിൻ റൈസാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. വെള്ളം നമ്മൾ ഓൾറെഡി 1 മണിക്കൂർ റൈസ് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 1 ഗ്ലാസ് റൈസിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. മിക്കവാറും ഈ കണക്ക് ശരിയാവും, ചിലപ്പോഴൊക്കെ തെറ്റാറുമുണ്ട്. നല്ല നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്, നമുക്ക് പതുക്കെ അരിയിടാം. എൻ്റെ അമ്മ കാണുന്നുണ്ടെങ്കിൽ അമ്മ വിചാരിക്കുന്നുണ്ടാവും, നാട്ടിലൊരു ചായ പോലും ചൂടാക്കി കുടിക്കാത്തവൻ ജർമ്മനിയിൽ പോയിട്ട് മന്തി ഉണ്ടാക്കുന്നു. എൻ്റെ അമ്മ എത്ര ഭാഗ്യവതിയാണല്ലേ. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വേവാൻ വയ്ക്കാം. നമുക്ക് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ്റെ അവസ്ഥയൊന്ന് നോക്കാം. കണ്ടോ, ഏകദേശം ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മറിച്ചിടാം. പതുക്കെ ചെയ്തില്ലെങ്കിൽ ചേട്ടൻ പൊടിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ നമ്മൾ ചിക്കൻ മറിച്ചിട്ടിരിക്കുകയാണ്. ഇനി കയറ്റി അടുത്ത 20 മിനിറ്റ്. ഓക്കെ, നോക്കാം. ഇത് കണ്ടോ, സംഭവം നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത എണ്ണയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് എണ്ണ ഇങ്ങനെ ഒന്ന് തൂകിയിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ജസ്റ്റ് ഒരു ലോ ടെമ്പറേച്ചറിലൊന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഭയങ്കര ഒരു ഹെൽത്തി ചിക്കനാണ് വേണമെങ്കിൽ ഇത് കറക്റ്റാണ്. വേണമെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു പീസ് കാണിച്ചു തരാം, ഇതിൻ്റെ വേവ് എത്രയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ചിക്കനൊക്കെ നല്ല അകത്ത് വെന്തിരിക്കുകയാണ്. ചിലയിടത്തൊക്കെ ചെറിയൊരു മസാല പേസ്റ്റ് പോലെ ഉണ്ട്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടെ ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒന്ന് മറിച്ചിടട്ടെ. അപ്പോൾ ആ അരി ആവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ സൈഡ് സോസിൽ, ഇത് സാൽസ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് തക്കാളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ മല്ലിയില കിട്ടാത്തതുകൊണ്ട് ഇവിടെ ഇതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പീറ്റർസിൽ എന്നാണ് പറയുന്നത്. മല്ലിയിലയെ പോലെ തന്നെ ഇരിക്കും. അതിൻ്റെ ഏകദേശം മണവും രുചിയൊക്കെ ഏകദേശം സെയിം ആണ്. അതുപോലെയല്ല, എന്നാലും അതുപോലെ. പിന്നെ അല്പം നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് സോസ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സാൽസ സോസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് അത്യാവശ്യത്തിന് ഉപ്പും പുളിയും ഒക്കെ ഉണ്ട്, എരിവൊക്കെ ഉണ്ട്. പിന്നെ പച്ചമുളക് ഇട്ടുകൊണ്ട് അതിൻ്റെ എരിവുണ്ട്. ചിക്കൻ കൂടെ നോക്കാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല മുരുമുരാന്നുള്ള ചിക്കൻ ഫ്രൈ. എനിക്കാണെങ്കിൽ നല്ല കൊതി വരുന്നുണ്ട്. എന്നാൽ റൈസും കൂടെ ആയിട്ട് ഒരുമിച്ച് വെച്ചിട്ട് തട്ടാം. അങ്ങനെ നമ്മുടെ റൈസ് റെഡി ആയിരിക്കുകയാണ്. തക്കാളിയുടെയും കാശ്മീരി ചില്ലിയുടെയും ഒക്കെ കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അധികം നേരം ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല, വിശപ്പുണ്ട്, കൊതിയുണ്ട്. നേരെ പ്ലേറ്റിലോട്ട് മാറ്റട്ടെ. റൈസും ചിക്കനും നമ്മുടെ സാൽസയും പിന്നെ കുറച്ച് മയനൈസും ഒക്കെ ആയിട്ട് പ്ലേറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി കൂടുതൽ സമയം ഒന്നും കളയാനില്ല, അങ്ങോട്ട് കഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചെറിയ വ്ളോഗ് അല്ലെങ്കിൽ ഫുഡ് മേക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ്. അതിനനുസരിച്ച് അടുത്ത വീഡിയോയിൽ മാറ്റം പ്രതീക്ഷിക്കാം. അപ്പോൾ ബൈ ബൈ.